നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഈ കാൽമുട്ടുകൾ തമ്മിൽ ഇടിക്കുന്ന രീതിയുണ്ട്. പല പിള്ളേർക്കും അത് കാരണം പോലീസിലോ പട്ടാളത്തിലോ അതുപോലെ എയർഫോഴ്സിലോ പേരെഴുതാൻ പോകുമ്പോൾ മെഡിക്കലിൽ അവർ ഫെയിലിയർ ആവും, അല്ലെങ്കിൽ മെഡിക്കലിൽ അവർ തോറ്റിഞ്ഞ് പോരും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രക്ഷകർത്താക്കൾ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ നമ്മൾ കുഞ്ഞിലെ വളർത്തി വലുതാക്കുന്നതിന് മുമ്പായിട്ട്, അതായത് 10 വയസ്സിന് മുൻപായിട്ട് തന്നെ അവരുടെ കൈകാലുകൾക്ക് എന്തെങ്കിലും വളവുണ്ടോ, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മുട്ടുകൾ തമ്മിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്തെങ്കിലും അപാകതകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് നേരത്തെ തന്നെ ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ച് ഭേദമാക്കി നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നല്ല നിലയിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ സാധിക്കും. ഇല്ലാതെ നമ്മളത് ശ്രദ്ധിക്കാതെ പോയാൽ അല്ലെങ്കിൽ വളരുമ്പോൾ ശരിയാകും എന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, അങ്ങനെ കുഞ്ഞുങ്ങളെ ഒരു 10 വയസ്സിലോ 8 വയസ്സിലോ ഒക്കെ എല്ലാ രക്ഷകർത്താക്കളും ഒന്ന് നിർത്തി, ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുണ്ട്. അപ്പോൾ രണ്ടുപേരെയും നിർത്തി നോക്കണം. കാലുകൾക്ക് എന്തെങ്കിലും വളവുകളുണ്ടോ, കൈകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വിരലുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ ഒന്ന് വീക്ഷിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഉടനെ കണ്ടുപിടിച്ച് അപ്പോൾ തന്നെ നമുക്ക് ഡോക്ടറെ കണ്ട് ആ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ നമുക്ക് അതിനൊന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇല്ലാതെ 18 വയസ്സോ 21 വയസ്സോ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഏജ് ആയതിനു ശേഷം പൂർണ്ണ വളർച്ചയിലെത്തിയതിന് ശേഷമാണ് കണ്ടുപിടിച്ചാൽ പിന്നെ ഒരു പക്ഷേ ചികിത്സ കൊണ്ട് മാറാൻ പറ്റത്തില്ല. ഒരു പക്ഷേ വ്യായാമം ചെയ്യാം, പക്ഷേ എന്നാലും അത് നമുക്ക് 100% വിജയിക്കുമെന്ന് ഉറപ്പ് കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് പേർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജിമ്മിലും അങ്ങനെയുള്ള പിള്ളേരുണ്ട്. അവർക്കുള്ള വ്യായാമം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചെറിയ വ്യത്യാസങ്ങളും അവർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ നമ്മുടെ ജിമ്മിൽ ഒരു പയ്യനെ വന്ന് വ്യായാമം ചെയ്തു, പേരെഴുതാൻ പോയി, അവൻ ബാക്കിയെല്ലാം വിജയിച്ചു. പക്ഷേ ഈ മുട്ടുകൾ തട്ടുന്ന കാര്യം മാത്രം അവൻ എന്നോട് പറഞ്ഞില്ലായിരുന്നു. അതെനിക്ക് ശ്രദ്ധിക്കാം. കാരണം ട്രാക്ക് സൂട്ട് ഇട്ട് വന്നതുകൊണ്ട് അവൻ എൻ്റെ 3 മാസത്തേക്ക് വേണ്ടി മാത്രമാണ്, ഇതിൻ്റെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ ഞാൻ അവനെ ആ കാര്യം എന്നോട് പറഞ്ഞതുമില്ല, എനിക്ക് ശ്രദ്ധിക്കാനും പറ്റിയില്ല. അതൊന്നാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം. അപ്പോൾ അവൻ ട്രാക്ക് സൂട്ട് ഇട്ട് ചെയ്യണമുണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. കാരണം അവനെ കാഴ്ചയിൽ ഒരിക്കലും അത് നമുക്ക് തോന്നത്തുമില്ല. അത്രയ്ക്കുള്ള ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അവന് റിക്രൂട്ട്മെൻറ്റ് പോയി, വിജയിച്ചു, ഓടി കയറി, പിന്നെ ബാക്കി ചിന്നിയും ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ മെഡിക്കലിൽ നോക്കിയപ്പോൾ അവൻ ഫെയിലായിപ്പോയി. അപ്പോഴും ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, സാറേ എൻ്റെ മുട്ടുകൾ തമ്മിൽ ചെറുതായിട്ട് ഇങ്ങനെ ടച്ച് ആവുമായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എന്നോട് ആദ്യം നീ അത് പറയാത്തത്, ഞാൻ അതും കൂടി എന്തെങ്കിലും നമുക്ക് ചെയ്ത് ഒരു പരമാവധി നമുക്ക് കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ അതിന് എന്താ റിസൾട്ട് കിട്ടുന്ന കണക്ക് നമുക്ക് ചെയ്യാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുപോലെ ആർക്കും ഒരു അബദ്ധം പറ്റാതിരിക്കാനാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു കാരണവശാലും ഇത് പ്രശ്നം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതൊക്കെ നല്ലത്. അത് വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ മക്കളെയും എല്ലാ രക്ഷകർത്താക്കളും ഒന്ന് ശ്രദ്ധിച്ച് ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമിത വണ്ണം കാരണവും ഈ ഏജ് കൂടുന്നതിനനുസരിച്ച് 20, 25, 21 വയസ്സ് 22 വയസ്സ് അല്ലെങ്കിൽ അതിന് മുകളിലോട്ടൊക്കെ വരുമ്പോൾ തന്നെ അമിതമായ വണ്ണം കാരണവും നമ്മുടെ കാലുകൾ മുട്ടുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിച്ച് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. 2 വശങ്ങളിലോട്ട് തള്ളി ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഓവർ വണ്ണം കാരണം സംഭവിക്കുന്നത് നമ്മളെ ബോണിൽ ഇത്രയും വെയിറ്റ് താങ്ങാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. അതിൽ പിന്നെ വേറൊരു ദോഷം കൂടെ വരുന്നത്, നമ്മളെ കാലിൻ്റെ ഉപ്പൂറ്റി ആർച്ചുണ്ടല്ലോ, ഇങ്ങനെ ആർച്ച് വരുമല്ലോ, അത് ഇങ്ങനെ നേരെയായിപ്പോവും. നമ്മൾ ഈ ബോഡി വെയിറ്റ് വന്ന് അതിൽ പിടിച്ച് നമ്മുടെ കാലിൻ്റെ പാദങ്ങളെല്ലാം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിപ്പോവും. അപ്പോൾ അത് വരാൻ പാടില്ല. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രശ്നമാണ്. പോലീസിലോ പട്ടാളത്തിലോ ഇല്ലെങ്കിൽ നേവിയിലോ ഒന്നും പേരെഴുതാനൊന്നും പോകാൻ പറ്റത്തില്ല. അതും അവർ റിജക്റ്റ് ചെയ്യുന്ന ആണ് കാണുന്നത്. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും അമിതമായ വണ്ണം ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകരുത്. അതനുസരിച്ച് വേണം ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കാൻ. ഈ അമിതമായിട്ട് വണ്ണം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. ബേക്കറി പലഹാരങ്ങളും അതുപോലെ ഫാറ്റ് അടങ്ങിയ ആഹാരം, ഒരു കൊഴുപ്പ് മധുരം അടങ്ങിയ ആഹാരം, പിന്നെ ഒരുപാട് അമിതമായിട്ടുള്ള ചോറ് കഴിപ്പ്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മധുരം, കാർബോയാണ് കൂടുതൽ ചോറിലടങ്ങിയത്. അതുകൊണ്ടാണ് ഈ അമിതമായിട്ടുള്ള വണ്ണം വരുന്നതും. ഈ വണ്ണം നമ്മുടെ മുട്ടുകൾക്ക് താങ്ങാതെ വരുമ്പോഴാണ് ഈ കാലുകൾ 2 വശങ്ങളിലോട്ട് കൊണ്ടങ്ങ് ആർച്ച് പോലെ അങ്ങ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അമിതമായിട്ട് വണ്ണം വരാതിരിക്കാൻ രക്ഷകർത്താക്കൾ തന്നെയാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ഒരു പക്ഷേ അറിയത്തില്ല, ഇതിൻ്റെ ഭാവിയിലുണ്ടാകുന്ന ദോഷങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല. പക്ഷേ നമ്മൾ രക്ഷകർത്താക്കൾ അത് അറിഞ്ഞിരിക്കണം.
അവർക്ക് പിന്നെ അറിയണത് ഇതുപോലെ ഏതെങ്കിലും ഒരു റിക്രൂട്ട്മെൻറ്റ് പോകുമ്പോഴേ അവർ മനസ്സിലാവില്ല. അന്നേരം പറഞ്ഞിട്ടോ അല്ല ചെയ്തിട്ടോ ഒരു കാര്യവുമില്ല. കുഞ്ഞിലേ അവരെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് മാറ്റിയെടുത്ത് അവരെ അവർക്ക് എന്താണ് താല്പര്യം എന്ന് വെച്ചാൽ ഒരു ജോലി സാധ്യതയ്ക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അപ്പോൾ ഞാൻ ഈ കാലിൻ്റെ മുട്ടുകളുടെ ഇതിന് തമ്മിൽ ടച്ചായി നിലവിലുള്ളവർക്ക് അതിന് വേണ്ടിയുള്ള ഒരു എക്സസൈസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. തൽക്കാലം നിങ്ങളത് ചെയ്യുക. എന്നാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഡോക്ടറെ കാണുന്നത് എപ്പോഴും നല്ലതാണ്. ഡോക്ടറെ കണ്ടതിന് ശേഷം, ഞാൻ എപ്പോഴും പറയുന്നത് ഡോക്ടറാണ് നമ്മുടെ കാണപ്പെട്ട ദൈവം. അതായത് ഡോക്ടറെ കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും വ്യായാമം ചെയ്യാം, അല്ലെങ്കിൽ ചില വ്യായാമങ്ങൾ ചെയ്തോളൂ എന്ന് പറയണമെങ്കിൽ ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന വ്യായാമം നിങ്ങളത് ചെയ്യണം. ചെയ്യുമ്പോൾ അതിനൊരു ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്നുള്ള ഒരു സംശയമില്ല. എന്നാലും പൂർണ്ണമായിട്ടും മാറുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കത് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും ചെയ്ത പിള്ളേർക്ക് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വരുന്ന തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുക അല്ലെങ്കിൽ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് ആദ്യം എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഞാൻ അതിൻ്റെ വ്യായാമം ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാടൊന്നുമില്ല, 1-2 എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാലുകൾ തമ്മിൽ ഇത് ഇങ്ങനെ ഇരിക്കും. പലർക്കും ഇങ്ങനെ കൂട്ടിമുട്ടിയിരിക്കും. ഇങ്ങനെ ആയിരിക്കും അവർ നടക്കുന്നത്, മനസ്സിലായില്ല? അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് എല്ലാം മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടായാൽ ഉടനെ നമ്മൾ ഡോക്ടറെ കാണിക്കണം. ഡോക്ടർ കണ്ടതിന് ശേഷം ചില വ്യായാമങ്ങൾ നിങ്ങൾ ചെയ്യാം എന്ന് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യായാമം ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞിലെ നമ്മളെ രക്ഷകർത്താക്കളെല്ലാം നമ്മളെ മക്കളെ വന്ന് ശ്രദ്ധിക്കണം. അവരെ കാലുകൾ തമ്മിൽ ഇങ്ങനെ പിടിച്ച് നിർത്തുമ്പോൾ മുട്ടുകൾ തമ്മിൽ ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇങ്ങനെ ഒന്ന് മുട്ടിയിരുന്നാൽ വിചാരിച്ചോണം നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രശ്നമാണ് എന്ന് വിചാരിക്കുക. അതൊന്ന് കാണിക്കാൻ കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ കാണിച്ചു തരട്ടല്ലോ. അത് ഇടുപ്പിൽ കൈ വയ്ക്കുക. അത് ഇടുപ്പിൽ കൈ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ഇടുപ്പിൽ കൈ വയ്ക്കുക ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ 2 വശം ഒന്ന് ഇതിങ്ങനെ ആംഗിളിൽ ഇത് നമ്മൾ ഇങ്ങോട്ട് 10 നമ്പറാണെങ്കിൽ തിരിച്ച് അങ്ങോട്ടും 10 നമ്പർ. അതൊരു 3 വട്ടം ചെയ്യണം. 3 വട്ടം എന്ന് വെച്ചാൽ 10 വെച്ച് 3 സെറ്റ്. നട്ടൽ നിവർന്ന് തന്നെ ചെയ്യണം. ഒരിക്കലും നട്ടൽ വളഞ്ഞിരുന്ന് ഇങ്ങനെ ചെയ്തുകൂടാ. ഇങ്ങനെ നട്ടൽ നിവർന്നിരിക്കണം. ഒരു കാരണവശാൽ നട്ടൽ ഇങ്ങനെ വളച്ച് ചെയ്യരുത്, നിവർന്നിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ 2 വശങ്ങളിലോട്ടാണ് കാല്, ഈ ഫ്രണ്ടിലോട്ടല്ല വശങ്ങളിലോട്ടാണ് കാല് വയ്ക്കുക. അതുപോലെ ഇവിടെ നിന്നുകൊണ്ട് ഇതെങ്ങനെ, മനസ്സിലായല്ലോ? അത് മനസ്സിലായല്ലോ? അത് ഇങ്ങനെ മാർച്ച് ചെയ്ത് പോകുന്നത് നല്ലൊരു വ്യായാമമാണ്. ഭാവിയിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് ഭാവിയിൽ നല്ലൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ അളവെടുക്കുക. അവരവിടെ ഉപ്പൂറ്റിയിൽ നിന്ന് ഈ ഉപ്പൂറ്റി വെച്ച് അളവെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഇരിക്കണം. മെഷർമെൻറ്റ് കറക്റ്റായി നോക്കണം. അത് അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും വേണ്ട ഈ ഉപ്പൂറ്റിയിൽ നിന്ന് നമ്മുടെ ഈ ഉപ്പൂറ്റിയിലോട്ട് ഇങ്ങനെ ഒരു അളവെടുക്കുക. എടുത്തിട്ട് കാല് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റായി. എന്നിട്ട് നോക്കണം. ഇത്രയും മതി. ഇതുപോലുള്ള എക്സസൈസ് കണ്ടല്ലോ, അത്രേ ഉള്ളൂ. അതും 10 നമ്പർ വെച്ച് ഒരു 3 പ്രാവശ്യം ചെയ്യുക. കഴിയുന്നത് എല്ലാ ദിവസവും ചെയ്യുന്നത് നന്നായിരിക്കും. ഇതുപോലുള്ള പ്രശ്നങ്ങൾ മാറാൻ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് നല്ലത്. ഒന്ന്, നമ്മൾ നേരത്തെ കാണിച്ചത് അങ്ങോട്ട് 10 നമ്പർ, ഇങ്ങോട്ട് 10 നമ്പർ. 2, ഈ ആംഗിളിൽ നിന്നൊരു വെയിറ്റ് ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് ചെയ്താൽ മതി. ഒരു കാരണവശാലും വെയിറ്റ് എടുത്ത് നിങ്ങൾ ചെയ്യരുത്. ഇതിപ്പോൾ അങ്ങോട്ട് ചെയ്യുന്ന കാര്യമായാലും നമ്മൾ നേരത്തെ ഞാൻ ചെയ്യിപ്പിച്ച കാര്യമായാലും ഈ ഒരു എക്സസൈസ് ആയാലും ഒരു കാരണവശാലും വെയിറ്റ് വേണ്ട. ഇത് ഫ്രീ ഹാൻഡ് എക്സസൈസിൽ ഉൾപ്പെടുത്തി അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, കാരണം വെയിറ്റ് ഇട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അത് അറിയാതെ ചെയ്യണമെങ്കിൽ കൂടുതൽ അത് ഗുണത്തെക്കാളും ചിലപ്പോൾ ദോഷമൊന്നും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് വേണ്ട എന്ന് പറയുന്നത്. ഇതിപ്പോൾ അവരവരുടെ ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ടല്ലേ നടക്കണം. നമ്മൾ വെയിറ്റ് ഒന്നും വേറെ വെയിറ്റ് കയ്യിൽ നിന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട്
വെയിറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു പ്രശ്നമുള്ളവർ, ഇല്ലാത്തവർക്കും ചെയ്യാം. കാരണം ഭാവിയിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കണമെങ്കിലും ഇത് ചെയ്യുന്നത് നല്ലതാണ്. അല്ലാതെ എനിക്കിത് കുഴപ്പമില്ല, എനിക്കിത് ചെയ്യേണ്ട കാര്യമില്ല, ഭാവിയിൽ എനിക്ക് എന്നെ ബാധിക്കുന്നതല്ല എന്ന് വിചാരിച്ചിരിക്കുന്നേക്കാൾ നല്ലത് നിങ്ങൾക്കും ഇത് ചെയ്യാം, ആർക്കും ചെയ്യാമെന്നുള്ളൊരു എക്സസൈസാണ്. എന്നാൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്തിരിക്കണം. ഒരു കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും ചെയ്ത് നല്ല ആരോഗ്യവാനായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ സ്ത്രീകളും ഇതുപോലെ ഈ എക്സസൈസ് ചെയ്യുന്ന നല്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുതിർന്നവർക്കും നല്ലതാണ്. ചെറുപ്പക്കാർക്കെല്ലാം പറ്റിയൊരു എക്സസൈസാണ്. ഓക്കെ.